നമസ്കാരം. ഭാരതീയ പുരാണങ്ങളിൽ അതിപ്രധാനമായ ബ്രഹ്മവൈവർത്ത പുരാണത്തിലെ ബ്രഹ്മഖണ്ഡം ഓരോ ശ്ലോകമായി നാം ഇന്നു മുതൽ പഠിച്ചു തുടങ്ങുകയാണ്. പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയും പരബ്രഹ്മത്തിൻ്റെ മഹിമയും വിവരിക്കുന്ന ഈ ഭാഗം ഭക്തിയോടെ നമുക്ക് ശ്രവിക്കാം. ബ്രഹ്മവൈവർത്ത പുരാണത്തിലെ ബ്രഹ്മഖണ്ഡത്തിലെ ആദ്യ ശ്ലോകങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഗണേശ്വരം ച ചന്ദ്രാഭം വിഘ്നരാജം വിനായകം ബ്രഹ്മവിഷ്ണു ശിവൈരാരാധ്യം വന്ദേ തം പാർവതീസുതം. പദാനുപദ അർത്ഥം: ഗണേശ്വരം ഗണങ്ങളുടെ ഈശ്വരനായ അഥവാ നായകനായ, ചന്ദ്രാഭം ചന്ദ്രനെ പോലെ ശോഭയുള്ളവൻ, വിഘ്നരാജം തടസ്സങ്ങളുടെ അധിപൻ വിഘ്നങ്ങളെ നീക്കുന്നവൻ, വിനായകം സർവ്വതിനും നായകനായവൻ, ബ്രഹ്മവിഷ്ണു ശിവൈർ ആരാധ്യം ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നിവരാൽ ആരാധിക്കപ്പെടുന്നവൻ, വന്ദിതം പാർവതീസുതം അങ്ങനെയുള്ള പാർവതീപുത്രനെ ഞാൻ വന്ദിക്കുന്നു. വിശദീകരണം: ഈ ശ്ലോകം ബ്രഹ്മവൈവർത്ത പുരാണത്തിൻ്റെ മംഗളാചരണമാണ്. ഏതൊരു ശുഭകർമ്മവും വിഘ്നങ്ങൾ കൂടാതെ പൂർത്തിയാക്കാൻ ഗണപതിയെ സ്തുതിക്കുന്നതാണ് ഭാരതീയ പാരമ്പര്യം. 1. ഗണപതിയുടെ മഹിമ. സ്രഷ്ടാവായ ബ്രഹ്മാവും സംരക്ഷകനായ വിഷ്ണുവും സംഹാരകനായ ശിവനും പോലും ഗണപതിയെ വന്ദിക്കുന്നു എന്ന് പറയുന്നതിലൂടെ ഗണപതി ഭഗവാന്റെ പരമോന്നതമായ സ്ഥാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. 2. രൂപവർണ്ണന. ചന്ദ്രനെ പോലെ ശാന്തവും പ്രകാശമാനവുമായ തേജസ്സുള്ളവനാണ് അദ്ദേഹം. ഭക്തരുടെ ജീവിതത്തിലെ തമസിനെ അഥവാ ഇരുട്ടിനെ നീക്കാൻ ആ പ്രകാശത്തിന് സാധിക്കുന്നു. 3. വിഘ്ന നിവാരണം. ജീവിതത്തിലെ തടസ്സങ്ങളെ അഥവാ വിഘ്നങ്ങളെ നിയന്ത്രിക്കുന്ന രാജാവാണ് അദ്ദേഹം. വിഘ്നങ്ങളെ സൃഷ്ടിക്കാനും ഇല്ലാതാക്കാനും അദ്ദേഹത്തിന് കഴിവുണ്ട്. അതിനാൽ ഏതൊരു പുരാണ പാരായണത്തിനും മുൻപ് ഗണപതി പ്രീതി അനിവാര്യമാണ്. 4. ഭക്തിയുടെ സത്ത. പാർവതീപുത്രനായ ഗണപതിയെ ഭക്തിപൂർവം വന്ദിച്ചുകൊണ്ട് ബ്രഹ്മവൈവർത്ത പുരാണം ആരംഭിക്കുന്നത് ആത്മീയമായ അറിവ് തടസ്സമില്ലാതെ ലഭിക്കുന്നതിനാണ്. ശ്രീമദ് നാരായണന്റെയും ശ്രീകൃഷ്ണന്റെയും ലീലകൾക്ക് പ്രാധാന്യം നൽകുന്ന ഈ പുരാണം പ്രപഞ്ച സൃഷ്ടിയെയും പ്രകൃതിയെയും കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നു. പരമാത്മാവായ കൃഷ്ണന്റെ ലീലകളും പ്രപഞ്ച സൃഷ്ടിയുടെ രഹസ്യങ്ങളും ഈ പുരാണത്തിലൂടെ നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ അറിയാം. ഇന്നത്തെ ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും പങ്കുവയ്ക്കുക. അടുത്ത ശ്ലോകങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.